ഞാനും ഉറങ്ങിപ്പോയി മോനെ. നേരം വെളുത്തേ ഉള്ളൂ. നന്നായി മഞ്ഞ് വീണിട്ടുണ്ട്. സൂക്ഷിച്ചു കയറണേ മോനെ, പനിയൊക്കെ മഞ്ഞ് വീണ് വഴുക്കിയിട്ടുണ്ടാവും. മാരിയമ്മേനെ വിചാരിച്ചോണം, കൈ ഒന്ന് തെറ്റിയാ. എന്തിനാ ഞാനത് കഷ്ടപ്പെടുന്നത്? അത് ഞാൻ കൊടുത്തില്ലേ? എടാ, ഇത് പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയാ. നിനക്കൊരു പെണ്ണുണ്ടാകുന്നത് വരെ ഞാൻ തന്നെ ഇത് ചെയ്തോളാം. അമ്മയെ കഷ്ടപ്പെടുത്തണ്ടെങ്കിൽ നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടായോ? എത്ര കാലമായി ഞാൻ പറയുന്നു. വെറുമൊരു പന്താക്കി കിഴക്കും പടിഞ്ഞാറും വിളയാടാനൊരുങ്ങുന്നുരാ പകലോളം പകലന്തിയോളം. ഞാൻ അവിടെ പറയാ, നീ സായിപ്പിന് മുമ്പ് അങ്ങനെ പേരെടുക്കണ്ട. പോട്ടെ, നീ അയ്യോ കടിക്കല്ല എന്നെ കൊല്ലും ഞാൻ. നീ അതും കൂടെ അയ്യോ. അപ്പം കഞ്ഞി കുടിച്ചില്ലേ? ഇല്ല, പ്ലാവിലെ താഴെ വീണുപോയി. എന്നിട്ട് എന്തേ അപ്പം വിളിക്കാഞ്ഞത്? മോള് ജോലി ചെയ്യല്ലേ? എനിക്കോ ജോലി ചെയ്യാൻ വയ്യ. പിന്നെ നിന്റെ പണി കൂടി എന്തിനാ മുടക്കുന്നു? വേല ചെയ്യാൻ വയ്യെങ്കിൽ അപ്പം ഞങ്ങളുടെ അപ്പനല്ലാതെ തീരുമോ? എന്തു ചെയ്യാം, അന്ന് പനയിൽ നിന്ന് വീണപ്പോ തല തെറിച്ചു പോകാനുള്ള യോഗം ഉണ്ടായില്ല. വേല ചെയ്യാൻ വയ്യാത്ത പന കയറി ചാവണം. അപ്പോ വേല ചെയ്യാൻ വയ്യാത്ത നിന്റെ അപ്പനോ? ഞാനും ചാകണോടാ? എടാ, കുറച്ചു കാലത്തിനകം ഞാൻ ചാകും. ഈ പിള്ളേർക്ക് ആൺതുണയായി നീ മാത്രമേ ഉള്ളൂ, അത് മറക്കരുത്. മോളെ ചെല്ലമ്മേ, ഈ അക്കാനി പൊന്നയ്യന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. ഇനി ചെല്ലയ്യന്റെ വീട്ടിൽ ചെന്നാ കുറച്ചുകൂടി കിട്ടും. ചെല്ല മോളെ. നീ ചന്തയിൽ പോയില്ലയോ? പോകുന്നപ്പാ. നേശമണി, എന്താ അപ്പ? എങ്ങോട്ടാ മോനെ? കുമാരന്റെ കട വരെ പോയിട്ട് വരാം. ഒരു കവർ വാങ്ങണം. എന്തിനാ? പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ഉള്ളുണ്ടെന്ന് പത്രത്തിൽ കണ്ടു. ഇപ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കട്ടപ്പ. ഇത്തവണ എന്റെ മോന് തീർച്ചയായും സർക്കാർ ജോലി കിട്ടും. ഓ വിഷമിക്കണ്ട.
ഇത്തവണ ഒന്നും ശരിയായില്ലെങ്കിൽ പന കയറാൻ പഠിക്കണം. വേണ്ട മോനെ, അപ്പന് കഴിയുന്നിടത്തോളം കാലം നീ പന കയറാൻ പോകണ്ട. നിനക്കൊരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി അപ്പൻ മാരിയമ്മനോട് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പന മുഴുവൻ മഞ്ഞ് വീണ് വഴുക്കായിരുന്നു. ഇതൊന്ന് പറഞ്ഞുതരാമോ? അപ്പൻ അറിഞ്ഞൂടെ മോനെ, എന്റെ മോനെങ്കിലും ഈ പനകയറ്റം ഒഴിവാക്കണം. മോനെ പഠിപ്പിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ എല്ലാരും സർക്കാർ ഉദ്യോഗത്തിന് പോയാ പിന്നെ പന കയറാൻ ആരാ? ആരെങ്കിലും കയറിക്കോട്ടെ, എന്റെ മോനെ ഞാൻ പനകയറാൻ അയക്കില്ല. ഇങ്ങനെ എല്ലാ അപ്പന്മാരും മക്കളെ പഠിക്കാൻ അയച്ചാൽ നാട്ടില് കരിപ്പൊട്ടി കിട്ടില്ല. അപ്പൊ പിന്നെ എല്ലാ അമ്മമാരും കേറിക്കോളും. എടി, നീയൊന്ന് കേറ്, കാണാൻ നന്നായിരിക്കും. ഒന്ന് പോന്നേ. ഞാൻ നിന്നെ എവിടൊക്കെ നോക്കിയെന്നറിയാം? എന്തിനാ? ഒന്ന് കാണാൻ. അങ്ങനെ നോക്കാതെ. നല്ല ബ്ലൗസ്, ഈ നിറം നിനക്ക് ചേരുന്നു. ഞാൻ പോന്നു. പണ്ട് നിന്നെ കാണുമ്പം നിനക്ക് ബ്ലൗസേ ഇല്ലായിരുന്നു. ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും പണ്ട് ബ്ലൗസേ ഇടാറില്ലെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ എന്തിനാ ഈ പന്ന പരിഷ്കാരം എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങോട്ട് ആഴം കൂടുതൽ, ആ മുണ്ട് കുറച്ചുകൂടെ പൊക്കി പിടിച്ചോ, നനയും. ഞാൻ നിന്നെ കെട്ടട്ടെ? കരയാണോ? എന്താ, എന്നെ കെട്ടാൻ ഇഷ്ടമല്ലേ? എന്റെ വീട്ടിനെ കുറിച്ച് അറിയാലോ. അറിയാം. ആണെന്താ? പനയിൽ നിന്നും വീണ് നടുവടഞ്ഞ അപ്പൻ, കാശില്ലാത്ത വീട്ടിലെ പെണ്ണ്, കല്യാണത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല. എന്താടാ നേശമണി? ജോലിക്ക് അപേക്ഷിക്കുക, അല്ലാതെന്താ? എന്നിട്ട് എന്തായി? കിടപ്പാടം പണയത്തിലായി, അത്രയും. ഈ സർക്കാർ ജോലി കിട്ടാൻ വലിയ പാടല്ലേ? അതിനേക്കാൾ ബുദ്ധിമുട്ടാ ഈ സ്റ്റാമ്പ് വാങ്ങിക്കാൻ. ഞാൻ തരാം. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇത് മതിയോ? ഇപ്പൊ അത് മതി. അടുത്ത പ്രാവശ്യം വീണ്ടും ചോദിക്കാം. വിഷമിക്കാടാ നേശമണി, ഈ പ്രാവശ്യം നിനക്ക് കിട്ടും. എനിക്ക് ചന്ത എടുത്ത് കയറണം. ഞാൻ പോട്ടെ.